Welcome back to Bosco Campus Vision. This is the 15th lecture of Introduction to Programming, topic Data Types in C, Part 1. What are data types? All C compilers support a variety of data types. This enables the programmer to select the appropriate data type as per the need of the application. Generally, data is represented using numbers or characters. The numbers may be integers or real. The basic data types are char, int, float, and double. The C supports a number of qualifiers that can be applied to these basic data types. The short and long qualifiers provide different length to int. The short is always 16 bits and the long is always 32 bits. That is, int is either 16 or 32 bits. വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സ് ഈ കമ്പൈലേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്കതിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്പേഴ്സോ ക്യാരക്ടേഴ്സോ ആയിട്ടായിരിക്കും ജനറലി ഡേറ്റ ടൈപ്സ് നമ്മൾ ഡേറ്റാസൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്പേഴ്സ് നമുക്ക് എന്താണ് ഇൻറ്റീജേഴ്സോ അല്ലെങ്കിൽ റിയലോ ആയിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബേസിക് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും. The compiler chooses a suitable size depending upon the hardware. However, the restriction is that short or int is at least of 2 bytes and long is at least 4 bytes. The short should not be longer than int and int should not be longer than long. കമ്പൈലർ തന്നെ ആയിരിക്കും ഇതെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നോക്കിയ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ഓർ ഇൻറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഓഫ് 2 bytes. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും 2 bytesലായിരിക്കും. അതുപോലെ തന്നെ ലോങ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും 4 bytesലും ആയിരിക്കും. ദി ക്വാളിഫയേഴ്സ് അൺസൈൻഡ് ആൻഡ് സൈൻഡ് ക്യാൻ ബി അപ്ലൈഡ് ടു ക്യാർ, ഇൻറ്റ് ആൻഡ് ലോങ്. ക്വാളിഫയേഴ്സായ അൺസൈൻഡും സൈൻഡും നമുക്ക് ക്യാറിലോ ഇൻറ്റിലോ ലോങ്ങിലോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ദി അൺസൈൻഡ് ഡേറ്റ ടൈപ്സ് ആർ ഓൾവേസ് 0 ഓർ പോസിറ്റീവ്. എന്താണ്, സൈൻ അല്ലാത്ത ഡേറ്റ ടൈപ്സ് എല്ലാം എപ്പോഴും 0യോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദി ക്യാർ ആർ 8 bits വിത്ത് കോമ്പിനേഷൻ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ്. C data types are classified into 3. First one, derived data type. Second one, basic data type. Third one, user defined data type. The derived data types are pointers, functions, arrays. The basic data types are int, char, float, double, void. User defined data types are structure, union, enumeration, typedef. So C data type are classified into 3. First one, derived data type. Second one, basic data types, and third one is user defined data types. First one, basic data types. The basic data types are integer, character, floating point, then double floating point, and void. Integer is represented as int, int. Character data type is represented as char, char. Floating point data type is represented as float, and double floating point is represented as double. First one, integer data types. Integers are either short or long. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻറ്റീജേഴ്സ് നമുക്ക് എന്താൻ പറ്റും, ഷോർട്ടിലോ ലോങ്ങിലോ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഷോർട്ട് റിക്വേഴ്സ് ഹാഫ് ദ സ്പേസ് ഇൻ മെമ്മറി ദാൻ ദ ലോങ്. ലോങ്ങിൻ്റെ നേരെ പകുതി മെമ്മറി മതി എന്തിന്, ഷോർട്ടിന്. ദ ഷോർട്ട് ഇൻറ്റീജർ റിക്വേഴ്സ് 2 bytes and long integers requires 4 bytes. When a variable is declared without short or long keyword, default is short signed int. അതായത് നമ്മൾ പറഞ്ഞു ഷോർട്ട് ഇൻറ്റീജർ റിക്വേഴ്സ് 2 bytes and whether long integers represent 4 bytes. ഷോർട്ട് ഇൻറ്റീജേഴ്സിന് 2 byte ആണെങ്കിൽ ലോങ് ഇൻറ്റീജേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 4 bytes വേണം.
ഒരു വേരിയബിൾ നമ്മൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുമ്പം നമ്മൾ എന്താണ് ഈ ഡേറ്റ ടൈപ്പ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതാ പറഞ്ഞിരിക്കുന്നത് വെൻ എ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്തൗട്ട് ഷോർട്ടോ ലോങ്ങോ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് അത് എന്തായിരിക്കും? ഷോർട്ട് സൈൻഡ് ഇൻ്റ് ആയിരിക്കും. Then the difference between short and long integers is given below. First one, memory used. In short integer it requires 2 bytes and in long integer it requires 4 bytes. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഷോർട്ട് ഇൻറ്റീജറിന് എത്ര മെമ്മറി വേണം? 2 ബൈറ്റ്സും അതുപോലെ തന്നെ ലോങ് ഇൻറ്റീജറിനാണെങ്കിൽ 4 ബൈറ്റ്സും അതിൻ്റെ ഇരട്ടിയാണ്. ഇനി റേഞ്ച് ആണ് പറയുന്നത് ഷോർട്ട് ഇൻറ്റീജറിൻ്റെ -327682 to 32767 ആണ് എന്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്? ഷോർട്ട് ഇൻറ്റീജറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ ലോങ് ഇൻറ്റീജറിൻ്റെ റേഞ്ച് ആണെങ്കിൽ -2147483648 പോസിറ്റീവ് 2147483647. ഇനി ഷോർട്ട് ഇൻറ്റീജറിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? %d അങ്ങനെ ആയിരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോങ് ഇൻറ്റീജറിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് %LD, ലോങ് ഇൻറ്റീജറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളാണ്, ഷോർട്ട് ഇൻറ്റീജറിനെ നമുക്ക് ഇൻറ്റ് a = 2 എന്നെഴുതാം, അല്ലെങ്കിൽ ഷോർട്ട് ഇൻറ്റ് c = 4 എന്നെഴുതാം. ലോങ്ങിനെ എന്താണ് b = 1 2 3 4 5 6 അല്ലെങ്കിൽ ലോങ് ഇൻറ്റ് d = 1 2 3 4 5 6 7 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഈസ്. ഇൻറ്റീജേഴ്സ് ആർ either സൈൻഡ് ഓർ അൺസൈൻഡ്. ഇൻറ്റീജേഴ്സ് എപ്പോഴും ഒന്നുകിൽ സൈൻ ആയിരിക്കും അല്ലെങ്കിൽ അൺസൈൻഡ് ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഇൻറ്റീജേഴ്സ് given below. When a variable is declared as unsigned, the negative range of the data type is moved to the positive. The value of the largest number doubles. Memory used in signed integer is 2 bytes and memory used in unsigned integer is 2 bytes. അടുത്ത റേഞ്ച് സൈൻഡ് ഇൻറ്റീജറിലാകുമ്പോൾ -32768 to 32767. അൺസൈൻഡ് ഇൻറ്റീജറിലാകുമ്പോൾ 0 to 65535. ഫോമാറ്റ് സ്പെസിഫയർ സൈൻഡ് ഇൻറ്റീജറിലാകുമ്പോൾ %d എന്നും അതുപോലെ അൺസൈൻഡ് ഇൻറ്റീജർ ആകുമ്പോൾ %u എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡീഫോൾട്ടായിട്ട് എന്തായിരിക്കും? ഷോർട്ട് സൈൻഡ് ഇൻറ്റും അൺസൈൻഡ് ഇൻറ്റീജറിൻ്റെ അകത്ത് ഷോർട്ട് അൺസൈൻഡ് ഇൻറ്റും ആയിരിക്കും. അടുത്ത ഇനി ലോങ് സൈൻഡ് ഇൻറ്റും ലോങ് അൺസൈൻഡ് ഇൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അത് റേഞ്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റേഞ്ച് -2147483648 to 2147483647 വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ലോങ് അൺസൈൻഡ് ഇൻറ്റ് ആണെങ്കിൽ 0 to എത്രയാണ്? 4294967 എക്സാമ്പിളാണ്, ലോങ് സൈൻഡ് ഇൻറ്റീജർ ആകുമ്പം ഇൻറ്റ് a = 2, ലോങ് ഇൻറ്റ് c = 4 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ലോങ് അൺസൈൻഡ് ഇൻറ്റീജർ ആകുമ്പോൾ അൺസൈൻഡ് ലോങ് b = 75890. അതുപോലെ തന്നെ അൺസൈൻഡ് ഷോർട്ട് ഇൻ d = 567 ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Today's question is define data types in C. Second question, explain basic data types in C. ഈ ലെക്ചറിൽ പഠിപ്പിച്ച ഡാറ്റ ടൈപ്പ് മാത്രം എഴുതിയാൽ മതി. അടുത്ത ലെക്ചറിലായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി പറയുന്നുണ്ട്. അപ്പം ഈ ലെക്ചറിൻ്റെ അകത്തുള്ളത് മാത്രം സ്പെസിഫൈ ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത ലെക്ചറിൽ ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ബാക്കിയായിട്ടായിരിക്കും എഴുതേണ്ടത്.